ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്നാന്നറിയാം. പിള്ളേർക്ക് അവധിയൊക്കെ ആയില്ലേ, നമ്മൾ വെളിയിൽ നിന്ന് പോയി മേടിച്ച് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ചിക്കന് വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ ഒരു രീതിയിൽ നമുക്കറിയാവുന്ന പോലെ നമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം ഞാനൊരു ഹോൾ ചിക്കൻ മേടിച്ചു. എനിക്ക് സ്കിന്നുള്ളതായിരുന്നു ഇഷ്ടം, പക്ഷെ സ്കിന്നായിട്ട് കിട്ടാൻ പാടാം. ഈ ചിക്കൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങാനീര്, തൈര്, ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ചിക്കനേലും പുരട്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടി ഈ ചിക്കനിലോട്ട് നല്ലതായിട്ട് പുരട്ടണം. ഇതിനകത്തോട്ട് ഉണ്ടോ, നമ്മളിതെല്ലാം അങ്ങോട്ടൊന്ന് പുരട്ടിയിട്ട് ഈ മസാല ഇല്ലയോ നമ്മൾ എടുക്കുമ്പം നമ്മൾ ചെറിയ പാനിനകത്ത് വെക്കുമ്പോൾ ഫ്രൈ ചെയ്യത്തില്ലേ, ഇതിനകത്തെല്ലാം നല്ല പിടിച്ച് കഴിയുമ്പം ചിക്കൻ നല്ല ടേസ്റ്റി ആവും. ഒരു പിടിക്കട്ടെ, ഇതിനകത്തോട്ടും പുറമേ പഠിക്കാവുന്ന അത്രയും പിടിക്കുമ്പം ചിക്കന് മിൻറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലയോ, ഒക്കെ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിലേ വെക്കാവും, താഴത്തെ തട്ടി വെക്കുക. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വെക്കണം. വെച്ച് കഴിയുമ്പം നമുക്ക് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈ ചിക്കൻ ഇല്ലേ, ഹോൾ ചിക്കൻ, അത് ഇതിനകത്തോട്ട് നമ്മൾ പെതുക്കെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ലോ ഫ്ലെയിം ഇടണേ. ഇപ്പോൾ തൽക്കാലം ലോ ഫ്ലെയിം ഇടണേ. ലോ ഫ്ലെയിം ഇട്ടിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ ബാലൻസ് മസാല ഇല്ലയോ അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കുക. ഒട്ടും കളയണ്ട, മിൻറ്റും എല്ലാം ഇതിനകത്തുണ്ടല്ലോ, നല്ല ഫ്ലേവേഡാവും. അത് ലോ ഫ്ലെയിം വെച്ചിട്ട് നമ്മുടെ ഈ അടപ്പ് വെച്ച് അങ്ങ് മൂടുക. അത് കിടന്ന് വേകണം. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേണേ, ലേഹമൊക്കെ സൂക്ഷിച്ചോണേ, എണ്ണയൊന്നും തെറിക്കല്ലേ. ഉണ്ടോ, തിരികെ സൈഡിലോട്ട് വെച്ചിട്ട് ചെയ്തോണം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഇല്ലയോ കാഷ്യൂ അരച്ചത് നമ്മുടെ ഒരു ടേസ്റ്റിനും ഇതിൻ്റെ മേളിലോട്ടും ഒരു ഇച്ചിരി ഹെൽത്തി റിച്ച് ഫുഡ് ആക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ഇതിൻ്റെ മേളിലോട്ട് അത് ഫ്ലേവേഡ് കിട്ടും. ഞാൻ ചെയ്യുന്നൊരു രീതിയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ വില കുറവുള്ളപ്പോഴില്ലയോ, ഞാനിത് മിക്കവാറും ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കന് മിക്കവാറും വില കുറവുള്ളപ്പോൾ മേടിച്ച് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോൾ ചിക്കൻ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടാനൊക്കെ ഇച്ചിരി പാടാണ്, പക്ഷെ നമ്മൾ ആ ഒരു നയത്തിൽ അങ്ങ് ചെയ്തേക്കണം. നമ്മുടെ ഒരു സന്തോഷമല്ലേ എല്ലാം. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങളെല്ലാവരും എനിക്കിത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിത് തിരിച്ചിട്ട് ഒന്നുകൂടെ ഇത് വെന്തു നല്ല ഇച്ചിരി ആകാനുണ്ട്. എന്നിട്ട് നമുക്കിത് ഞാൻ എടുക്കാം.
അപ്പം നമ്മുടെ ഉണ്ടാക്കിയ ചിക്കന് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് ഇടാം. കണ്ടോ ഗൈസ്? ഇതിനകത്ത് നല്ല എല്ലാ മസാലയും നമുക്ക് എടുക്കണം. സ്റ്റീൽ തവിയിട്ടെടുക്കാതെ നമ്മുടെ ഈ തവി ഇട്ടിട്ട് ബാക്കിയുള്ള മസാല നമുക്ക് എടുക്കാം. ഉള്ള മസാല എല്ലാം ഞാൻ എടുത്ത് നമ്മുടെ മസാലകളല്ലേ എല്ലാം ഇതിനകത്തോട്ടായി നമുക്ക് കഴിക്കാം കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ചിക്കൻ ഹോൾ ചിക്കൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്തുവാ വരട്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തുപോലെ എടുത്തേക്കുന്നത്, സെമി ഫ്രൈ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇന്ന് ഞാൻ പെറോട്ട മേടിപ്പിച്ചു. കഴിവതും ഞാൻ വെളിയിൽ നിന്ന് ഞാൻ മേടിക്കാതിരിക്കുന്നതാണ് 2 പെറോട്ട. ഞാൻ ഇത് വീട്ടിലുണ്ടാക്കിയ മയോണൈസാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് മയോണൈസ്, ഗാർലിക്കിട്ട് ഉണ്ടാക്കി. പിന്നെ ഇതിനകത്തുനിന്ന് എല്ലാവരും പിച്ചി എടുത്ത് കഴിക്കട്ടെ. ഓക്കെ, എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ കാണിക്കുന്ന ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.